ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റെസിൻ ഫ്ലവർ പ്രിസർവേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതും ഹെക്സഗണൽ ബ്ലോക്കിൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മോൾഡ്, ഇതിനകത്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം, പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറിയൊരു മഴ ചാറുന്നുണ്ട്. അപ്പം സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകും, എന്നാലും മാക്സിമം നന്നാക്കി ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് പ്രിസർവേഷൻ തുടങ്ങാം. അതിനുവേണ്ടി മോൾഡ് എടുത്തിട്ടുണ്ട്. മോൾഡ് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സെല്ലോ ടേപ്പ് എടുത്തു. ഓക്കെ, അയ്യോ തിരികെ ഞാൻ വെയിങ് മെഷീൻ വെച്ചു, നമ്മുടെ പേപ്പർ കപ്പ് വെച്ചു, റെസിൻ എടുത്തു. ഒരു 60 ml റെസിനും 20 ml ഹാർഡനറും ഇങ്ങനെ എടുക്കാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ റെസിൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കട്ടെ. അപ്പം 98 അതായത് 64 ml 24 ml കിളി പോയ കിട്ടിയത് 64 + 24 88 കണക്ക് തെറ്റിയെന്നാണ് തോന്നുന്നു. അപ്പോൾ റെസിൻ മിക്സ് ചെയ്യുകയാണ്. ഒരു 4 minutes സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കിടിലം മഴയും വരുന്നുണ്ട്. എന്താകും എന്നറിയില്ല. എന്തായാലും മിക്സ് ചെയ്ത് നോക്കാം. അയ്യോ പെരുമഴ. അതിനകത്തോട്ട് റെസിൻ ബബിൾ റിമൂവർ സൊല്യൂഷനായിട്ട് സ്പ്രേ ചെയ്യാൻ പോവാണേ. ഞാൻ റെസിൻ പോർ ചെയ്യുവാണ്. കുറച്ച് ലെയർ റെസിനാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതിനകത്തേക്ക് ഞാൻ ഫ്ലവേഴ്സ് വയ്ക്കാൻ പോവാം. ഇത് മാറ്റട്ടെ. ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം ഞാൻ ഫ്ലവർ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണേ. ഈ വോയിസ് റെക്കോർഡ് ഞാൻ ഓഗസ്റ്റ് മാസത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം റെസിൻ ഫ്ലവർ പ്രിസർവേഷൻ്റെ ഫൈനൽ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നോക്കിയപ്പോൾ താലിച്ചെരട് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിരിപ്പുണ്ട്. അതൊന്ന് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലെയറും കൂടെ റെസിൻ ഞാനൊന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ റെസിൻ ഭയങ്കര ക്ലൗഡി ആയിട്ട് പോയി. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ജൂൺ മാസം മെയ് മാസം, മെയ്യിലല്ല ജൂണിലാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ മെയ്യിൽ അവരുടെ കല്യാണം കഴിഞ്ഞു. അതിൻ്റെ ഡേറ്റ് മെയ് 5 എങ്ങാണ്ട്. അപ്പോൾ ജൂണിലാണ് ഞാനിത് ചെയ്യുന്നത്. മഴ ടൈമൊക്കെ ആയതുകൊണ്ടൊക്കെ ആവാം. മിക്സിങ്ങിൽ എന്തായാലും പ്രശ്നം പറ്റിയിട്ടില്ല. അല്ലാതെ ക്ലൈമറ്റിൻ്റെ ഒരു കണ്ടീഷൻ കൊണ്ടിട്ടായിരിക്കും. ടോപ്പ് ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ലൗഡി ആയിട്ട് പോയി. അങ്ങനെ പിന്നെ ഒരുപാട് പരിപാടി ചെയ്തിട്ട് അതെല്ലാം റിമൂവ് ചെയ്തെടുത്ത് പിന്നെയും ഞാനൊരു ടോപ്പ് ലെയർ ചെയ്ത്. പക്ഷെ ഇതിനകത്ത് ആ ക്ലൗഡിനെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, താലിച്ചറിൻ്റെ അടുത്തും ലെറ്റേഴ്സ് ഡേറ്റിൻ്റെ അടുത്തും ഒക്കെ. അപ്പോൾ ഭയങ്കര വിഷമമായി. കാരണം
നല്ലപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് തുടങ്ങിയതാണ്. അപ്പം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ചെയ്തതാണ്. പക്ഷേ കയ്യിൽ നിന്ന് പോയല്ല. അപ്പോൾ ഇങ്ങനൊരു അബദ്ധം പറ്റി, ഒരുപാട് എമൗണ്ട് ലോസായി. പിന്നെ അബദ്ധം പറ്റുന്നത് ആദ്യമായിട്ടൊന്നും അല്ല, അതുകൊണ്ട് വലിയ പ്രശ്നമില്ലാതങ്ങ് പോയി. എങ്കിലും ചെറിയ വിഷമം ഉള്ളിലൂടെ ഉണ്ട്. അത്രേ അവസാനം വരെ ചെയ്തിട്ട് കുളമായി പോയല്ലോ. പിന്നെ ഒരുപാട് മെയിൻറ്റെയിൻ ചെയ്തെടുത്തു. ഫൈനൽ നിങ്ങൾ കണ്ടല്ലോ, വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കിട്ടി. ആ ചെറിയൊരു ക്ലൗഡ്നെസ് ആ ഡേറ്റിൻ്റെ അവിടെ ഉണ്ട്, അതെന്തൊക്കെ ചെയ്തിട്ടും മാറുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനത് പാക്ക് ചെയ്ത് അയച്ചു. ശുഭം. വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ ഫ്രം റിൻസി ഫെദേഴ്സ്. ടാറ്റാ.